വെഞ്ഞാറമൂട്ടിൽ 23കാരനായ യുവാവ് 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ഞാനിവിടെ ഉപയോഗിച്ച വാക്ക് ഞെട്ടൽ എന്നാണ്. ശരിക്കും ഇതൊരു ഞെട്ടിക്കുന്ന അപൂർവമായ വാർത്തയാണോ? ആണെങ്കിൽ തന്നെ ഈ അടുത്ത് ഇതാദ്യമായാണോ നമ്മളിങ്ങനെ ഞെട്ടുന്നത്? നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായ കാഴ്ച കണ്ട് നമ്മൾ ഞെട്ടിയത് ഈ അടുത്തല്ലേ? അതിനു മുൻപ് സ്വന്തം മാതാവിനെ ഒരു മകൻ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിയതും ഈ അടുത്ത് തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അപൂർവമായി മാത്രം നടന്നിരുന്ന ഇത്തരം സംഭവങ്ങൾ ഇന്ന് വളരെ സാധാരണമായി നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാർത്തകളായി മാറി എന്നത് തന്നെ വളരെയേറെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ശരിക്കും നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്ന, വയലൻസ് ആഘോഷിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമുക്ക് മറിച്ച് എന്താണ് പ്രതീക്ഷിക്കാനാവുന്നത്? നമുക്കെവിടെയാണ് തെറ്റുകൾ പറ്റുന്നത്? ഇത് പോലീസിന്റെയും നിയമ സംവിധാനങ്ങളുടെയും മാത്രം പ്രശ്നമാണോ? വളരെയേറെ ഗൗരവകരമായ ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. നമ്മുടെ സമൂഹത്തിൽ വയലന്റായ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടും ഇതൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയും മറ്റുമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ആ സംഭവങ്ങളൊന്നും പുറത്തറിയാതിരുന്നതാണ് എന്നൊരു മുടന്ത് ന്യായം പറഞ്ഞ് നമുക്ക് ഇതിൽ നിന്ന് ഒഴിയാനാകില്ല. പണ്ടും കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഇത്രയും പൈശാചികമായ, ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നമുക്ക് വിരലിലെണ്ണാവുന്നവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. 2025 എന്ന വർഷം പിറന്നിട്ട് വെറും 2 മാസം മാത്രമേ ആവുന്നുള്ളൂ. ഇതിനിടയിൽ തന്നെ നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്ന ക്രൂരമായ എത്ര കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളല്ലാതെ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുക, അതുപോലെ എന്തോ തർക്കത്തിന്റെ പേരിൽ തൊട്ടടുത്ത വീട്ടിലെ 3 പേരെ കൊലപ്പെടുത്തുക തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇതിനോടകം തന്നെ ഈ വർഷം നടന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ സാധാരണമാകുന്നു എന്നത് വളരെയേറെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകാൻ എന്താണ് കാരണം? 100% സാക്ഷരതയുള്ള, യുക്തിബോധമുള്ള മനുഷ്യരാണ് നമ്മളെന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ അന്തർലീനമായിരിക്കുന്ന വളരെ ഗൗരവകരമായ ഒരു പ്രശ്നത്തിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ശരിക്കും നമ്മളെല്ലാവരും മാനസികമായി ഓക്കെ ആണോ? 2024-25 കാലഘട്ടത്തിൽ നടത്തിയ ഒരു സർവേ അനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ 10.6% ആളുകൾ വിവിധ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. ഔദ്യോഗികമായ കണക്കുകളിൽ നിന്ന് ഇത് വ്യക്തമാണ്. 2021 മെയ് മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിൽ 24,670 കേസുകളാണ് NDPS ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. NDPS എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക്സ്, ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ഇത്രയും കേസുകളിൽ നിന്നായി 15,193 ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 NDPS ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണം 2000-നടുത്താണെങ്കിൽ 2024 ആയപ്പോഴേക്കും അത് 5,000-ഓളം അടുത്തു. ഇരട്ടിയിൽ കൂടുതലാണ് കേസുകളുടെ എണ്ണത്തിലുണ്ടായ വർധന. ഇത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ മാത്രം എണ്ണമാണ്. അങ്ങനെയെങ്കിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങളുടെ അളവ് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൂടുതലും യുവാക്കൾ തന്നെയാണ് ലഹരിയുടെ വലയിൽ പെട്ടുപോകുന്നതെന്നാണ് പോലീസും പറയുന്നത്. ഇങ്ങനെ കെമിക്കൽ ഡ്രഗ്സിന് അടിമപ്പെടുന്നതോടെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം അവർക്ക് നഷ്ടമാവുകയും പിന്നീട് ഇതിവരെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മൾ ഈ അടുത്ത് കണ്ട പല കുറ്റകൃത്യങ്ങൾക്കും കാരണങ്ങൾ നിരവധി ഉണ്ടെങ്കിലും അതിനെ ട്രിഗർ ചെയ്യുന്നത് ഈ ലഹരിയാണ്. പോലീസിനെ മാത്രം ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഈ തോതിൽ വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് നടപടിയെടുക്കാനുള്ള റിസോഴ്സും അവർക്ക് ലഭ്യമാകണമെന്നില്ല. ഇനി അതിനുള്ള റിസോഴ്സസും ഇൻഫ്രാസ്ട്രക്ചറും കൂട്ടിയാൽ തന്നെ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്ന ഒന്നല്ല. ആന്റി നർക്കോട്ടിക്സ് ഓപ്പറേഷനു വേണ്ടി ഫണ്ടുകൾ വകയിരുത്തുക, NDPS ആക്ട് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക, ഇത്തരത്തിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കി കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുക, അതുപോലെ തന്നെ ലഹരിക്ക് അടിമയായി പോകുന്നവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ നടപടികൾ ഗവൺമെന്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. ലഹരിയുടെ ഉപയോഗം മാനസികാരോഗ്യത്തെ താറുമാറാക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ട ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനും ശ്രമിക്കണം. അല്ലാതെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ വീണ്ടും പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇനി എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടാണ്. നിങ്ങളുടെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശരി എന്താണ്, തെറ്റെന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും. ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോണുകളാണ്. ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതിലവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് വേണ്ട പ്രൈവസി കൊടുക്കണം. ഞാൻ ഈ പറയുന്നത് ശരിയല്ല എന്ന് ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരു പാരലൽ വേൾഡ് ആണെന്ന് ഈ അടുത്ത് ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത്. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം പോലുള്ള ആപ്പുകൾ നിങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. MDMA പോലുള്ള കെമിക്കൽ ഡ്രഗുകൾ നോർമലൈസ് ചെയ്യുന്ന ധാരാളം കണ്ടന്റുകൾ ഇത്തരത്തിലുള്ള സ്പേസുകളിൽ കറങ്ങി നടക്കുന്നുണ്ട്.
സാമൂഹിക ബോധം ലെവലേശം തൊട്ടു തീണ്ടാത്ത ചിലർ കുറച്ച് ലൈക്കിനും കമന്റിനും ഷെയറിനും വേണ്ടി മാത്രം ഇത്തരം ഡ്രഗുകളുടെ ഉപയോഗത്തെ ഹാസ്യവത്കരിച്ച് കണ്ടന്റുകൾ ഇറക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കണ്ടന്റുകളുടെ കമന്റ് ബോക്സ് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം കുട്ടികൾ ഈ വലയിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ സൂചിപ്പിച്ച വീഡിയോയിൽ തന്നെ കമന്റായി നിരവധി ആളുകൾ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്നത് ഈ ലഹരികളുടെ ഉപയോഗം നോർമലൈസ് ചെയ്യാൻ കാരണമാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ വീഡിയോ ഇതേവരെ പിൻവലിക്കാൻ അതുണ്ടാക്കിയ ആളുകൾ തയ്യാറായിട്ടില്ല. ഇത്തരത്തിലുള്ള വീഡിയോകൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് പിൻവലിക്കാൻ നമ്മളുടെ അധികാരികൾക്കും കഴിയുന്നില്ല എന്നതാണ് സത്യം. ഈ അടുത്ത കാലത്താണ് കുറച്ച് പെൺകുട്ടികൾ ഒരു ഷാപ്പിൽ പോയി മദ്യപിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നതും അതുപോലെ തന്നെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു യൂട്യൂബർക്കെതിരെ കേസെടുക്കുന്നതും. സത്യത്തിൽ അതിനെതിരെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. അതിനേക്കാൾ ഹാനികരമായ കെമിക്കൽ ഡ്രഗുകൾ നോർമലൈസ് ചെയ്യുന്ന നിരവധി കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, റെഡിറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കണ്ടന്റുകൾ പ്രദർശിപ്പിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുട്ടികളെ നമുക്ക് മാത്രമേ സൂക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഓൺലൈൻ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള മോശവും നിങ്ങൾ വിചാരിക്കേണ്ട. ഡ്രഗ്സിന്റെ കാര്യം മാത്രമല്ല, കൊച്ചു പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി അവരെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന റാക്കറ്റുകളും ഈ ആപ്പുകൾ വളരെ വ്യാപകമായി യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും വീക്ഷിച്ച് സ്നേഹത്തോടെ കുട്ടിയിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. സ്നേഹത്തോടെ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടിക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അതിന് നിങ്ങൾ ഒരിക്കലും ഒരു ഉപേക്ഷ വിചാരിക്കരുത്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അവൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വ്യക്തിബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇതിനിടയിലേക്ക് ലഹരി കയറി വരുന്നതോടെ മാനസിക നില തന്നെ തകരാറിലാവുകയും വ്യക്തിബന്ധങ്ങൾ പോയിട്ട് ശരിയും തെറ്റും പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധ കൊടുക്കുക. അവരെ ലഹരിയുടെ വലയിലേക്ക് വീഴ്ത്താനായി നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന കാര്യം എപ്പോഴും ഓർക്കുക. കുട്ടികളുടെ മാനസികാരോഗ്യം പരിപാലിക്കുന്നതിനായി കൃത്യമായ കൗൺസിലിംഗ് സെഷനുകൾ സ്കൂളുകൾ ഉറപ്പാക്കുക. NDPS ആക്ട് കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുക. കുറ്റവാളികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രയൽ പൂർത്തിയാക്കി ശിക്ഷ നൽകുക. ലഹരിക്ക് അടിമപ്പെട്ടു പോയവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ വേണ്ട ചികിത്സ നൽകുക. അവർക്ക് റീഹാബിലിറ്റേഷൻ ഉറപ്പാക്കുക. ഇതിനെല്ലാം വേണ്ട ഫണ്ടിംഗ് ഗവൺമെന്റ് ഉറപ്പാക്കുക. ഇങ്ങനെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇതിൽ നിന്ന് നമുക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാകൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.